ഇന്ന് നമുക്ക് ബയോളജിക്കൽ ഹസാർഡ് ആൻഡ് ഇലക്ട്രിക്കൽ ഹസാർഡ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബയോളജിക്കൽ ഹസാർഡ് എന്താണെന്ന് നോക്കാം. ഡെഫിനേഷൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡെഫിനേഷനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബയോളജിക്കൽ ഹസാർഡ്സ് ഓർ ബയോ ഹസാർഡ്സ് ആർ ഹാർംഫുൾ ബയോളജിക്കൽ ഏജൻറ്റ്സ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പാരസൈറ്റ് ഓർ ടോക്സിൻസ്. ബയോളജിക്കൽ ഹസാർഡുകൾ സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ലാബിൽ ഹാൻഡിൽ ചെയ്യുന്ന സ്പെസിമെൻസിൽ നിന്ന് തന്നെയാണ് ഈ ഹസാർഡ് നമുക്കുണ്ടാകുന്നത്. ബയോളജിക്കൽ ഏജൻസിന് എക്സാമ്പിളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പാരസൈറ്റ് എല്ലാം. അപ്പം ബാക്ടീരിയയും വൈറസും ഒക്കെ മൂലം ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ഹസാർഡുകളാണ് ബയോ ഹസാർഡ്സ് ഓർ ബയോളജിക്കൽ ഹസാർഡ്സ്. ലബോറട്ടറിയിലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസങ്ങൾക്ക് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഈക്കോളൈ, TB ബാക്ടീരിയ ഇതെല്ലാം ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലാബിൽ നിന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വഴി അത് നമുക്ക് തന്നെ പകരാൻ വേണ്ടിയുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതിൻ്റെ എക്സ്പോഷർ എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഹലേഷനും സ്കിൻ കോണ്ടാക്റ്റ്, ഇഞ്ചക്ഷൻ, നീഡിൽ സ്റ്റിക്ക് ഇതൊക്കെ വഴിയാണ് നമ്മളത് എക്സ്പോസ് ആവുന്നത്. പിന്നെ അതിൻ്റെ പ്രിക്കോഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിക്കോഷൻസ് സാധാ പോലെ തന്നെ ഗ്ലൗസും മാസ്കും യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. നാലാമത്തെ ഹസാർഡാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്. ഇലക്ട്രിക്കൽ ഹസാർഡിനെ പറ്റി കൂടുതൽ ഒത്തിരി നമുക്ക് പറയാൻ വേണ്ടിയില്ല. ഇലക്ട്രിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇലക്ട്രിക്കൽ ഷോക്ക് മൂലം ഉണ്ടാകുന്ന, ഇലക്ട്രിക്കൽ സൈഡിൽ നിന്നും ഉണ്ടാകുന്ന ഹസാർഡുകളെയാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. അതിൻ്റെ ഡെഫിനേഷനും പ്രിക്കോഷനും നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതെല്ലാം ഇതിനകത്ത് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.